കശുവണ്ടി മേഖലയ്ക്ക് ഉണർവേകിയ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. കാഷ്യൂ ബോർഡിന് 40 കോടിയും സ്വകാര്യ മേഖലയിൽ 30 കോടിയും നീക്കിവെച്ചത് പ്രതിസന്ധിയിലായ കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതോടെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കാനും സാധ്യതയേറി. ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേന്ദ്ര ബജറ്റിൽ കശുവണ്ടി മേഖലയെ പാടെ അവഗണിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന ബജറ്റ് കശുവണ്ടി മേഖലയ്ക്ക് ഒരു കൈത്താങ്ങായിരിക്കുന്നത്. കേരളത്തിൽ കശുമാവ് കൃഷി കുറഞ്ഞ സാഹചര്യത്തിൽ കാഷ്യൂ കോർപ്പറേഷൻ, കാപെക്സ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തോട്ടണ്ടി വാങ്ങുന്നതിനായി 40 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവരിൽ 90% സ്ത്രീകളാണ്. ഇതിൽ 60% സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവർ. അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ ബജറ്റിലൂടെ നാരീ സൗഹൃദവും തൊഴിലാളികൾക്കൊപ്പം ഇടതു സർക്കാർ ഉണ്ടെന്നും തെളിയിച്ചിരിക്കുകയാണെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ് കശുവണ്ടി മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 90% സ്ത്രീ തൊഴിലാളികളാണ്. കശുവണ്ടി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ആകെ ഒരു പ്രതിസന്ധിയുടെ തന്നെ നടുവിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യവസായമാണ് കശുവണ്ടി. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയെ നിലനിർത്തുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള കാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനും തോട്ടണ്ടി വാങ്ങി നൽകുന്നതിന് വേണ്ടി 40 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തി. അത് പൊതുമേഖലകളുടെ സംരക്ഷണത്തിന് ഉതകുന്ന ഒന്നാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ കശുവണ്ടി വ്യവസായത്തിന് ബജറ്റിൽ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 30 കോടി രൂപയാണ് സ്വകാര്യ മേഖലയിലെ വികസനത്തിനായി നീക്കിവെച്ചത്. സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് PF, ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് സർക്കാർ പണമടയ്ക്കും. ഒരു തൊഴിലാളിക്ക് ഏകദേശം 50 രൂപയാണ് ഇത്തരത്തിൽ നൽകുന്നത്. സ്വകാര്യ മേഖലയിൽ 800-ലധികം ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 300ഓളം ഫാക്ടറികൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. 30 കോടി ധനസഹായം പ്രഖ്യാപിച്ചതോടെ സ്വകാര്യ മേഖലയിൽ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളും തുറക്കാൻ വ്യവസായികൾ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യ മേഖലയെ പരിഗണിക്കുന്നില്ല എന്നൊരു വിഷയം കഴിഞ്ഞ കാലങ്ങളിൽ കശുവണ്ടി മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് സ്വകാര്യ മേഖലകൾ അടഞ്ഞു കിടക്കുന്നതെന്ന് വ്യവസായികൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി 30 കോടി രൂപ അടഞ്ഞു കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാൻ വ്യവസായികൾക്ക് സഹായം നൽകുന്നതിനും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായികൾക്ക് നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിനുമായി 30 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറികളുടെ പുനരുദ്ധാരണത്തിനായി 2 കോടി ഉൾപ്പെടെ 96.17 കോടി രൂപയാണ് കശുവണ്ടി മേഖലയിലെ വികസനത്തിനായി ധനസഹായം നൽകുന്നത്. പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഈ പണം കൃത്യമായി നൽകിയാൽ മാത്രമേ ഈ മേഖലയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനാവുമെന്നതും ശ്രദ്ധേയമാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.